എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് SMD കമ്പോണൻസിന്റെ ഫെമിലറൈസേഷനും സോൾഡറിംഗ് ടെക്നിക്സ് എന്ന ടോപ്പിക്കാണ്. SMD കമ്പോണന്റ് എന്താണ്, നിങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ള ത്രൂ ഹോൾ കമ്പോണൻസിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് SMD കമ്പോണൻസിനുള്ളത്, SMD കമ്പോണൻസ് ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിക്കുന്ന ബോർഡും ഒരു ത്രൂ ഹോൾ കമ്പോണന്റ് ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ച ബോർഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഒരു SMD കമ്പോണന്റിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ബേസിക് ആയിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അതിന്റെ പാക്കേജ് വെച്ചിട്ട് അതിന്റെ ഡേറ്റാ ഷീറ്റ് എവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, SMD കമ്പോണൻസ് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ ബോർഡിനകത്തുള്ള ട്രബിൾ ഷൂട്ടിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളാണ് SMD കമ്പോണൻസിന്റെ ഫെമിലിയറൈസേഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുശേഷം സോൾഡറിംഗ് ടെക്നിക്സ് ആണ്. ത്രൂ ഹോൾ കമ്പോണൻസിന്റെ സൈസ് പോലെയല്ല, വളരെ മിനിയേച്ചർ സൈസാണ് SMD കമ്പോണൻസിനുള്ളത്. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള പ്രിക്കോഷൻസ്, അതിന് സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. എയറോസ്പേസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, മിലിറ്ററിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷന്, കൺസ്യൂമർ ഇലക്ട്രോണിക്സിലുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്, അവിടെ ഉപയോഗിക്കുന്ന സോൾഡറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെ സെലക്ട് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ വളരെ സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. SMD വേഴ്സസ് ത്രൂ ഹോൾ കമ്പോണൻസ്, ഇവരുടെ കമ്പാരിസൺ ആണ്. ഇവരുടെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇവർ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ബിഹേവിയർ, ഇവരുടെ റേറ്റിംഗ് ആൻഡ് സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ബേസിക് കമ്പാരിസൺ ആണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം SMD കമ്പോണൻസിൽ ഏതൊക്കെയാണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, IC തുടങ്ങിയ പാസീവ് ആക്റ്റീവ് കമ്പോണൻസിന്റെ ഐഡന്റിഫിക്കേഷനും നമ്പറിങ്ങും അവരുടെ ബേസിക് പാക്കേജസിന്റെ ഐഡന്റിഫിക്കേഷനുമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത് ചർച്ച ചെയ്യുന്നത് SMDയുടെ വർക്ക് സ്റ്റേഷനും ആ വർക്ക് സ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട സ്റ്റാൻഡേർഡുകളുമാണ് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം SMD കമ്പോണൻസിനെ ബോർഡിലേക്ക് സോൾഡർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, സോൾഡറിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ സോൾഡറിംഗ് പ്രൊസീജിയറിൽ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ്, അതിന്റെ സ്പെക്കുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ഈ സോൾഡറിംഗ് ബോർഡ് നമ്മൾ വിഷ്വലി ഇൻസ്പെക്ഷൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതിന് മാച്ച്ഡ് അല്ല എങ്കിൽ അതിനെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ റീവർക്കിന് കൊടുക്കും, അല്ലെങ്കിൽ ഡീസോൾഡറിങ്ങിന് കൊടുക്കും. അപ്പൊ ഇൻസ്പെക്ഷൻ ആൻഡ് റീവർക്ക് പ്രൊസീജിയർ. ആ സ്ഥലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് കൂട്ടുകാരെ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഇതൊക്കെയാണെങ്കിൽ ഡീസോൾഡർ ചെയ്യാനൊക്കെ എളുപ്പമാണ്, അല്ലെങ്കിൽ ഡാമേജ് വന്നാലും റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്, വളരെ ചെറിയ പൈസ ആവത്തുള്ളൂ. ആ സമയത്ത് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ IC ഹാൻഡ്ലിംഗ് ആണ്. ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള സോൾഡറിംഗ് സ്റ്റേഷൻ ഉപയോഗിച്ച് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബറിന് മാത്രമായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. മൈക്രോ പ്രോസസർ IC, FPGA ബോർഡിലുള്ള വലിയ വില കൂടിയ ICകൾ ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡുകൾ, IC ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡുകൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഇത് ബോർഡിലെല്ലാം സെറ്റായി, ഓരോ ബോർഡിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതിനുള്ള ടെസ്റ്റിംഗ് ടൂളുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? സോ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? സെയിം ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരു ത്രൂ ഹോൾ ടെക്നോളജിയിലുള്ള ഒരു കമ്പോണന്റും SMD കമ്പോണന്റും നിങ്ങളുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. സെയിം പവർ റേറ്റിംഗ്, സെയിം വോൾട്ടേജ്, സെയിം കറണ്ട്, സെയിം ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള സെയിം കമ്പോണന്റ്, രണ്ട് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്ത രണ്ട് കമ്പോണന്റ് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയും? അതിന്റെ വിഡ്ത്തും അതിന്റെ ലെങ്തും നോക്കുമ്പോൾ കൂടുതൽ, അല്ലെങ്കിൽ ഏരിയ കൂടുതൽ ത്രൂ ഹോൾ ടെക്നോളജിയിലെ കമ്പോണന്റ് ആണ്, വെയിറ്റ് കൂടുതൽ ത്രൂ ഹോൾ ടെക്നോളജിയിലെ കമ്പോണന്റ് ആണ്, ലീഡിന്റെ സൈസ് കൂടുതൽ ത്രൂ ഹോൾ ടെക്നോളജിയിലെ കമ്പോണന്റ് ആണ്. ഇനി ലീഡിന് ഷാർപ്നെസ് കൂടുതലും ഷാർപ്പായിട്ടുള്ള നീഡ്സ് വരുന്നതും ത്രൂ ഹോൾ ടെക്നോളജിയിലെ കമ്പോണൻസ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അത് SMD ആണോ ത്രൂ ഹോൾ കമ്പോണന്റ് ആണോ തിരിച്ചറിയാം. ഓക്കെ, സോ ത്രൂ ഹോൾ കമ്പോണന്റിലൂടെ ഡെവലപ്പ് ചെയ്തൊരു ബോർഡ് ആണെങ്കിൽ കമ്പോണന്റ് പ്ലേസ് ചെയ്യുന്നത് ടോപ്പ് സർഫസിലും സോൾഡറിങ് ചെയ്യുന്നത് ബോട്ടത്തിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ബോർഡ് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോൾഡറിങ് പോയിന്റുകളെല്ലാം വരുന്നത് ബോട്ടം ഓഫ് ദ ബോർഡ് ആണെങ്കിൽ അത് ത്രൂ ഹോൾ ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ ത്രൂ ഹോൾ കമ്പോണൻസ് വെച്ച് റിയലൈസ് ചെയ്ത ബോർഡാണ്. മറിച്ച് കമ്പോണന്റുകളെല്ലാം സർഫസിൽ തന്നെ
സർഫസിൽ തന്നെയാണ് സോൾഡറിങ് ചെയ്യുന്നതെങ്കിൽ അത് SMD, സർഫസ് മൗണ്ട് ഡിവൈസ് ടൈപ്പ് ആണ്. സോ നമുക്ക് അടുത്ത് SMD ടൈപ്പ് നോക്കാം. SMD ടൈപ്പ് ബോർഡിലാണെങ്കിൽ നമ്മുടെ കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നതും ടോപ്പിൽ തന്നെയാണ്, സോൾഡറിങ്ങും ടോപ്പിൽ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ഹോൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഓക്കെ, യാതൊരു തരത്തിലുള്ള ഹോൾസുകൾ അവിടെ കാണാൻ പറ്റില്ല. നമ്മൾ അത്യാവശ്യം 2-3 ഹോളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതിനാണ്, ടെസ്റ്റ് പോയിന്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. TP, ടെസ്റ്റ് പോയിന്റുകൾ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോൾസ് ഇടുന്നത്. അല്ലാതെ ഒരിടത്തും നമ്മൾ ഹോൾസ് ഇടാറില്ല. എല്ലാ കോണ്ടാക്റ്റുകളും മുകളിൽ തന്നെയാണ്, കമ്പോണന്റ് പ്ലേസ്മെന്റും മുകളിൽ തന്നെയാണ്, കമ്പോണന്റ് സോൾഡറിങ്ങും മുകളിൽ തന്നെയാണ്. ഈ ബോർഡ് ആണെങ്കിൽ സെയിം ഏരിയയിൽ ത്രൂ ഹോൾ ടെക്നോളജിയുടെ ബോർഡും സെയിം ഏരിയയിൽ SMD കമ്പോണൻസ് വെച്ചുള്ള ബോർഡും ആണെങ്കിൽ ഫങ്ഷണാലിറ്റി കൂടുതൽ, ഓപ്പറേഷണൽ സ്പീഡ് കൂടുതൽ, പവർ കൺസപ്ഷൻ കുറവുള്ള ബോർഡ് SMD ആയിരിക്കും. SMDക്ക് ആണെങ്കിൽ പവർ കൺസപ്ഷൻ കുറവാണ്, അതുപോലെ തന്നെ വെയിറ്റ് കുറവാണ്, മോർ നമ്പർ ഓഫ് കമ്പോണൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാൻ. കാരണം സൈസ് വളരെ ചെറുതാണ്, പവർ കൺസപ്ഷൻ കുറവാണ്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് സുപ്പീരിയർ ദാൻ ത്രൂ ഹോൾ ടെക്നോളജി ബോർഡ്സ്. ഓക്കെ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള സോൾഡറിംഗ് വർക്ക്മാൻ അറിയേണ്ട SMD കമ്പോണൻസിന്റെ കുറച്ച് ആസ്പെക്റ്റുകളുണ്ട്. ഒന്നാമത് മൗണ്ടിങ് മെത്തേഡ്. ഓക്കെ, മൗണ്ടിങ് മെത്തേഡ് എപ്പോഴും എന്തായിരിക്കും, PCBയുടെ സർഫസിൽ തന്നെ ആയിരിക്കും. ത്രൂ ഹോളിലാണെങ്കിൽ ലീഡ്സ് ആയിരിക്കും മുകളിൽ നിന്നും താഴോട്ട് വരുന്നത്, സോൾഡറിംഗ് ബോട്ടത്തിലായിരിക്കും. ഇനി കമ്പോണന്റ് സൈസ്, SMD ആണെങ്കിൽ കോമ്പാക്ട്, സ്മോളർ ആണ്, അതുപോലെ മിനിയേച്ചർ ഡിസൈൻ ആണ്, വളരെ മിനിമൽ ആയിട്ടുള്ള ഫീച്ചർ സൈസ് ആണ് SMDക്കുള്ളത്. ഇനി അസംബ്ലിംഗ് പ്രോസസ്സ്, SMD കമ്പോണൻസ് ആണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് പ്രൊസീജിയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. റോബോട്ടിക് ആമുകൾ ഉപയോഗിച്ച് നമുക്ക് പിക്ക് ആൻഡ് പ്ലേസ് മെഷീനിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ ത്രൂ ഹോൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് അല്ല, മാനുവലും ഒരു സെമി ഓട്ടോമാറ്റിക് സോൾഡറിംഗ് പ്രോസസ് ആണ് ത്രൂ ഹോൾ ടെക്നോളജിയിൽ കണ്ടുവരുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റീഫ്ലോ പ്രൊസീജിയേഴ്സ് SMDയിൽ അവൈലബിൾ ആണ്. ഇനി സ്പേസ് എഫിഷ്യൻസി, വളരെ കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണോ അറേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ അടുക്കി വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ, 2 കപ്പാസിറ്ററുകൾ പാരലായിട്ട് വരുന്നു എങ്കിൽ നിങ്ങൾ ത്രൂ ഹോൾ ടെക്നോളജിയിലാണെങ്കിലോ 2 സ്പേസുകൾ വേണം. ഇവിടെ ആണെങ്കിൽ ഒന്നിന് പുറത്ത് ഒന്നെടുത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ, ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് നമുക്ക് തൽക്കാലത്തേക്ക് തന്നെ സോൾഡർ എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള കമ്പോണൻസ് ആണ് SMD കമ്പോണൻസ്. നമുക്ക് സപ്പോസ് നമ്മൾ ബോർഡിൽ ഡിസൈൻ ചെയ്ത സ്പേസും തന്നെയാണ് നമ്മുടെ ബോർഡിൽ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ കമ്പോണൻസ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇനി എക്സാക്ട് കമ്പോണന്റ് ഇല്ലെങ്കിൽ സീരീസോ പാരലോട്ടോ കമ്പൈൻ ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ റൂഫ് ടൈപ്പിലൊക്കെ സോൾഡർ ചെയ്യുന്ന ഒരു ദേശി മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി സ്പേസ് എഫിഷ്യൻസി വളരെ കുറവാണ്. ഇനി കോസ്റ്റ് ആണെങ്കിലോ ഇത് മാസ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SMD കമ്പോണന്റ്, ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ബോർഡുകൾ, അല്ലെങ്കിൽ ഒരു TVയുടെ ബോർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ബോർഡ്, മാസ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SMD കമ്പോണൻസ് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് ഫീസിബിൾ ആവുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മെക്കാനിക്കൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഹാർഡായിട്ട് അതിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ SMD കമ്പോണൻസ് ഡാമേജ് ആയി പോകും. കാരണം വീക്ക് ആയിട്ടുള്ള, ഫീബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് മാത്രമേ SMD കമ്പോണൻസിനുള്ളൂ. ത്രൂ ഹോൾ ടെക്നോളജി കമ്പോണന്റ് ആണെങ്കിൽ റഗഡ് ആണ്, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ള കമ്പോണൻസ്. ഒരു PCB ബോർഡ് നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ, നിർമ്മിച്ചതിന് ശേഷം വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നേരെ പോകുന്നത് അതിന്റെ കൺഫോമൽ കോട്ടിങ്ങും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് പാക്ക് ചെയ്ത് നേരെ വൈബ്രേഷൻ ടെസ്റ്റിനാണ് പോകുന്നത്. ഈ വൈബ്രേഷൻ ടെസ്റ്റിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള സോൾഡറിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കാരണം ഇത് സാറ്റലൈറ്റിൽ ഉപയോഗിക്കണം, അല്ലെ, സാറ്റലൈറ്റിൽ ഉപയോഗിക്കണം, നിങ്ങളുടെ കാറിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ TVയിൽ ഒരു സ്റ്റേഷനറി ഡിവൈസിൽ ഉപയോഗിക്കണം. സോ ഫ്രണ്ട്സ്, അപ്പോൾ പല സ്ഥലത്ത് പല രീതിയിലുള്ള വൈബ്രേഷൻസ് ആണുള്ളത്. ഈ വൈബ്രേഷൻസ് ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സോൾഡറിംഗ് പ്രൊസീജിയർ നിങ്ങൾ ചെയ്യേണ്ടത്. സോ SMD കമ്പോണൻസ് തന്നെ ഹൈ വൈബ്രേഷൻസ് എക്വിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ത്രൂ ഹോളിന്റെ ലെവലിലോട്ട്, ത്രൂ ഹോളിന് താങ്ങാൻ പറ്റുന്ന വൈബ്രേഷൻ ലെവലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൊണ്ടുവരാൻ പറ്റും. പോസിബിൾ ആണ്.
ഇനി ഇലക്ട്രിക്കൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ SMD കമ്പോണൻസിന്റെ പ്രത്യേകത, SMD കമ്പോണന്റ് ബോർഡിന്റെ പ്രത്യേകത ഹൈ ഫ്രീക്വൻസി ഹൈ സ്പീഡ് സർക്യൂട്ടുകൾ ത്രൂ ഹോൾ വെച്ച് റിയലൈസ് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഇച്ചിരി ബാൻഡ് വിഡ്ത്ത് കൂടുതൽ വേണ്ട സ്ഥലങ്ങൾ, സെയിം ഫീച്ചേഴ്സിൽ തന്നെ സെയിം ഏരിയയിൽ തന്നെ ഹൈ സ്പീഡ് ബോർഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും. സോ ത്രൂ ഹോളിന് ടെക്നോളജിയിലൂടെ നമുക്ക് അലോ ചെയ്തിട്ടുള്ള ഏരിയ, തോന്നും പോലെ ഏരിയ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. നമ്മൾ ഓർക്കാഡ് ടൂൾസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിന്റെ സ്കിമാറ്റിക്സിനെ നമ്മൾ നേരെ ഹെർബർ ആക്കുമ്പോഴൊക്കെ അതിന്റെ മിനിമൽ ഏരിയയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മിനിമൽ ഏരിയയിലാണ് ചെയ്യേണ്ടത്. കാരണം എത്രത്തോളം നമുക്ക് സ്പേസ് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം പ്രോഡക്റ്റിന്റെ സൈസ് നമുക്ക് ചെറുതാക്കാൻ പറ്റും, പോർട്ടബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അപ്പം ഈ സെയിം ഫീച്ചർ സൈസിൽ ത്രൂ ഹോളും SMD കമ്പോണന്റും ത്രൂ ഹോൾ ബോർഡും SMD ബോർഡും നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഇച്ചിരി മുന്തി നിൽക്കുന്നത് SMD കമ്പോണൻസ്. സോ ഹൈ സ്പീഡ് ഹൈ ഫ്രീക്വൻസി ലോ പവർ കൺസപ്ഷൻ ആപ്ലിക്കേഷൻ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് SMD ഡിവൈസുകൾ. ഓക്കെ, ഇത് നമുക്കറിയാം ഇലക്ട്രോണിക് ബോർഡുകളിൽ കമ്പോണൻസ് വർക്ക് ചെയ്യുമ്പോൾ സെൽഫ് ഹീറ്റിംഗ് ഉണ്ടാവും. H=I² RT എഫക്റ്റ് ഉള്ളത് കൊണ്ട് എന്തായാലും സംഭവിക്കുമ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ SMD കമ്പോണൻസിന്റെ പവർ കൺസപ്ഷൻ കുറവായതുകൊണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ത്രൂ ഹോൾ ബോർഡും SMD ബോർഡും എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ത്രൂ ഹോളിലൂടെ ആയിരിക്കും. ത്രൂ ഹോൾ ബോർഡുകളായിരിക്കും ഒരു തെർമലി വീക്ക് ആയിട്ടുള്ളത്. അതുകൊണ്ട് കൂളിംഗ് ടെക്നോളജി അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റം, ഹീറ്റ് സിങ്കുകൾ നിങ്ങൾ അഡീഷണലി ചെയ്യേണ്ടത്, ലാർജ് ഹീറ്റ് സിങ്കുകൾ വെക്കേണ്ട റിക്വയർമെന്റ് കൂടുതൽ വരുന്നത് ത്രൂ ഹോളിലാണ്. നമുക്കിവിടെ ഒരു മിനിമൽ കൂളിംഗ് സിസ്റ്റം കൊടുത്താൽ മതിയാവും. ഇനി കൂട്ടുകാരെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാലഞ്ച് SMDയും ത്രൂ ഹോളും വരുമ്പോൾ മാനുവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, ഐ റിപ്പീറ്റ് മാനുവൽ പോയിന്റ് ഓഫ് വ്യൂവില് ത്രൂ ഹോൾ കമ്പോണന്റിനെ ഡീസോൾഡർ ചെയ്ത് ഇളക്കി മാറ്റി റീവയർ ചെയ്ത് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്പീഡ് നമുക്ക് ഇവിടെ കിട്ടില്ല, SMD കമ്പോണൻസിൽ കിട്ടത്തില്ല. കാരണം SMD കമ്പോണൻസിന്റെ സൈസ് ചെറുതാണ്. ചൂടാക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങാനും ഡീസോൾഡർ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോണന്റ് ഡാമേജ് ചെയ്തു പോകും. ഓക്കെ, ഇത് സ്പേസ് ഭയങ്കര കുറവാണ്. പാഡ് നിങ്ങൾക്ക് SMD ബോർഡുകൾ ഒരു പ്രാവശ്യം ഒരു കമ്പോണന്റ് പ്ലേസ് ചെയ്യാം, വേണമെങ്കിൽ ഡീസോൾഡർ എടുക്കാം. അത് തന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡിന്റെ പാഡ് തന്നെ ഇളകിപ്പോകും. മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഹീറ്റ് കൊടുത്ത് കൂൾ ചെയ്ത് വരുമ്പോഴേക്കും ആ പാഡ് തന്നെ ജനറൽ പർപ്പസ് ബോർഡുകളിൽ ഇളകിപ്പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ടുള്ള ചില സർട്ടൺ മെറ്റീരിയൽസ് ഉണ്ട്, അത് നമുക്ക് പറഞ്ഞുതരാം. സോൾഡറിങ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിടുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. സോ എനിവേ, ഒരു കോമൺ പെർസ്പെക്റ്റീവില്, ഒരു മാനുവൽ പോയിന്റ് ഓഫ് വ്യൂവില് ത്രൂ ഹോൾ ടെക്നോളജിയിലെ കമ്പോണന്റുകൾ സോൾഡർ ചെയ്യാനും റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, റിപ്പയറബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ, മാനുവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ SMD വീക്കാണ്. പക്ഷെ മെഷീൻ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റോബോട്ടിക്സ് ആം ഉപയോഗിച്ചുള്ള റിപ്പയറബിലിറ്റി സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആ ഗിവൺ കോർഡിനേറ്റിൽ പോയി കമ്പോണന്റിനെ റീപ്ലേസ് ചെയ്യുന്ന ഫാസ്റ്റ് ടെക്നോളജിയെ കൊണ്ട്. പക്ഷെ മാനുവൽ പോയിന്റ് ഓഫ് വ്യൂവില്, ഒരു സ്കിൽഡ് ലേബർ പോയിന്റ് ഓഫ് വ്യൂവില് ത്രൂ ഹോൾ ആയിരിക്കും നല്ല വേഴ്സറ്റൈൽ ആയിട്ട് നമുക്ക് ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രൊഡക്ഷൻ സ്പീഡ്, മാസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ എല്ലാം SMD ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻസ്, ഇന്നത്തെ എവിടെയൊക്കെയാണോ ഹൈ ഫങ്ഷനാലിറ്റി വരുന്ന ലോ സൈസ് പ്രോഡക്റ്റുകൾ വേണ്ടത്, അവിടെ എല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് SMD ആണ്. ഓക്കെ, ഇനി നമുക്ക് ഹൈ സ്ട്രെസ് ലെവൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് SMD കമ്പോണൻസ് ഹൈ സ്ട്രെസ് എപ്പോഴും പീരിയോഡിക് ആയിട്ട് സ്ട്രെസ് വന്നുകൊണ്ടിരിക്കുന്നു. SMD കമ്പോണൻസ് ഡയറക്റ്റ് ആയിട്ട് പോസിബിൾ അല്ല. സപ്പോർട്ടിങ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്ന അക്വസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് SMDക്ക് ആ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ത്രൂ ഹോൾ ആണെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് വന്നാലും ഒക്കെ പിടിച്ചു നിൽക്കും. ഓക്കെ, ഇനി ഡ്യൂറബിലിറ്റി ആണെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ത്രൂ ഹോൾ ടെക്നോളജി ആണെങ്കിലോ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റഗഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫറിക് കണ്ടീഷനിലൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷെ SMDക്ക് ആണെങ്കിൽ മോഡറേറ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല. സപ്പോർട്ടിങ് സ്ട്രക്ചറുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ SMD കമ്പോണൻസ് വെച്ചുള്ള ബോർഡുകളെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ വരുന്നത് SMD കമ്പോണൻസ് ICകൾ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, LED, ട്രാൻസിസ്റ്റർ പാക്കേജുകളാണ്. ഇനി നമ്മുടെ റിലേ സിസ്റ്റംസ്, റിലേയും SMD ടൈപ്പുകളുണ്ട്. പക്ഷെ
കണക്ടറുകൾ, റിലേകൾ, ഇതെല്ലാം ത്രൂ ഹോൾ കമ്പോണൻസ്, ട്രാൻസ്ഫോമർ, ഇതെല്ലാം ത്രൂ ഹോളിലാണ് പോപ്പുലർ. ഓക്കെ, ഇപ്പൊ ത്രൂ ഹോളിലാണ് കണക്ടർ, റിലേ ഒക്കെ വരുന്നത്. ചില ടൈപ്പ് റിലേകളുണ്ട്, അത് SMD ടൈപ്പ് ഉണ്ട്, പക്ഷെ കോമൺ ആയിട്ട് റിലേകളെല്ലാം ത്രൂ ഹോൾ കമ്പോണൻസ്. അപ്പൊ നിങ്ങൾ റിലേ വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്പെഷ്യലായിട്ട് അതിനുള്ള ഏരിയ ഒഴിച്ചിടേണ്ടി വരും. അവിടെ നമ്മളൊരു ആഡ് ഓൺ ബോർഡ് വെച്ച് നമുക്ക് SMD ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആഡ് ഓൺ ബോർഡ് എന്തായിരിക്കും? ഡോട്ടർ ബോർഡ് എന്തായിരിക്കും? ഒരു ത്രൂ ഹോൾ ചെറിയൊരു ബോർഡ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്കത് എന്താക്കാൻ പറ്റും? ഫ്ലെക്സിബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം അറിയണം. മാനുവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, റിപ്പയറബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ SMD ബോർഡുകൾ ഒരു 2 പ്രാവശ്യം ഡീസോൾഡർ ചെയ്താൽ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? ആ ബോർഡിന്റെ കമ്പോണന്റ് പെട്ടെന്ന് ഡാമേജ് ആവും. ഇനി ഓട്ടോമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ SMD സേഫ് ആണ്. സോ മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. SMD കമ്പോണന്റും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓവർകം ചെയ്യാൻ പറ്റും. ഓവർകം ചെയ്ത് നമുക്ക് മോഡൽ ഇലക്ട്രോണിക്സിന്റെ എല്ലാ റിക്വയർമെന്റും അല്ലെങ്കിൽ എല്ലാ ഏരിയാസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് തൊട്ട് അങ്ങ് എയറോസ്പേസ്, ഡിഫൻസ്, മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ, ഓട്ടോമോട്ടീവ് എല്ലാ ലെവലിലും SMD വെച്ചുള്ള ബോർഡുകൾ നമുക്ക് റിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, SMD സുപ്പീരിയർ ക്വാളിറ്റി നൽകുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഡെവലപ്മെന്റുകൾ SMD കമ്പോണൻസിന്റെ പ്രൊഡക്ഷനിലും മിനിയേച്ചറൈസേഷനിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് SMD കമ്പോണൻസ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 3 to 4 ഇയേഴ്സിൽ കൂടുമ്പോൾ SMD കമ്പോണൻസ് ഒബ്സലേറ്റ് ആവും. പുതിയ കമ്പോണന്റ് വരും. സെയിം ഫീച്ചേഴ്സ്, ലോ കോമ്പാക്ട് സൈസിൽ, ലോ പവർ കൺസപ്ഷനിൽ പഴയതിനേക്കാൾ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പുതിയ കമ്പോണന്റ് മാർക്കറ്റിലെത്തും. സോ കമ്പോണന്റുകൾ മാർക്കറ്റിൽ നിന്ന് ഒഴിവാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഒബ്സലേറ്റ് ആവുകയും പുതിയത് വരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാ SMD കമ്പോണൻസിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ആ ലൈഫ് സൈക്കിൾ കഴിയുമ്പോഴേക്കും പുതിയ കമ്പോണന്റ് മാർക്കറ്റിൽ വരും. ഓക്കെ, വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി. സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് SMD കമ്പോണൻസിന്റെ പാക്കേജുകൾ ഐഡന്റിഫൈ ചെയ്യാം. വിവിധ തരത്തിലുള്ള പാക്കേജുകളുണ്ട്. ഡയോഡിനും ട്രാൻസിസ്റ്ററുകൾക്കും വിവിധ തരത്തിലുള്ള IC പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ്. ഓരോ പാക്കേജുകളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ പാക്കേജുകൾ ഏതൊക്കെയെന്നുള്ള കാര്യം നമുക്ക് ആ സോൾഡറിംഗ് പ്രൊസീജിയറിൽ ഒരു ബേസിക് സർക്യൂട്ട് എടുത്തിട്ട് ഏത് പാക്കേജാണ് അതിന് സൂട്ടബിൾ എന്നുള്ള കാര്യം നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഈ പാക്കേജുകളുടെ പേരുകളൊന്ന് ഫെമിലിയർ ആവുക. SOD, സ്മോൾ ഔട്ട്ലൈൻ ഡയോഡ്സ്. SOD കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡയോഡിനുള്ള പാക്കേജാണ്. SOT ട്രാൻസിസ്റ്ററിന്റെ പാക്കേജാണ്. SOIC, സ്മോൾ ഔട്ട്ലൈൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഈ പാക്കേജുകൾ എങ്ങനെയാണ് മാറുന്നത്? അതിന്റെ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ, അതിന്റെ ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ, അതിന്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, അതിന്റെ പവർ കൺസപ്ഷൻ, ഇത് വെച്ചിട്ടാണ് ബേസിക് ആയിട്ട് 4 പാരാമീറ്റർ വെച്ചിട്ടാണ് ഈ പാക്കേജുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. SOIC, സ്മോൾ ഔട്ട്ലൈൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. CQFP, സെറാമിക് ക്വാഡ് ഫ്ലാറ്റ് പാക്ക്. PQFP, പ്ലാസ്റ്റിക് ക്വാഡ് ഫ്ലാറ്റ് പാക്ക്. അടുത്ത് PLCC, പ്ലാസ്റ്റിക് ലീഡഡ് ചിപ്പ് കരിയർ. LCCC, ലീഡ്ലെസ് സിറാമിക് ചിപ്പ് കരിയർ. LDCC, ലീഡഡ് സിറാമിക് ചിപ്പ് കരിയർ. PBGA, പ്ലാസ്റ്റിക് ബാൾ ഗ്രിഡ് അറേ. ഇത് മാത്രമല്ല, ഇതിന് വേറെയും ടൈപ്പ് സർഫസ് മൗണ്ട് പാക്കേജുകളുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സർഫസ് മൗണ്ട് പാക്കേജുകൾ. സോ ഫ്രണ്ട്സ്, PCB ഡിസൈനിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ട് അതിന്റെ പ്രോപ്പർ സ്കീമാറ്റിക് ആക്കും. സ്കീമാറ്റിക് ആക്കിയതിനു ശേഷം ഓരോ കമ്പോണന്റിന്റെയും പവർ റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യും. ഏറ്റവും മിനിമം പവർ റിക്വയർമെന്റിൽ ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമ്പോണന്റിനെ കണ്ടെത്തും. ഓക്കെ, ഈ കമ്പോണന്റുകൾ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കും. ഒബ്സലേറ്റ് ആയ കമ്പോണന്റുകൾ വെച്ചിട്ട് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ബോർഡ് ഉണ്ടാക്കിയതിനു ശേഷം ഒബ്സലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബോർഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കമ്പോണന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കും. അതിന് നമ്മൾ ഡിജിക്കി, മൗസർ, കമ്പോണൻസ് 14, RS കമ്പോണൻസ് തുടങ്ങിയ ഒരുപാട് സൈറ്റുകളുണ്ട്. ഇവിടെയൊക്കെ ഒതന്റിക് ആയിട്ടുള്ള ഒറിജിനൽ OEM സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ROHS സ്റ്റാൻഡേർഡിലുള്ള, ഐ റിപ്പീറ്റ്, ROHS സ്റ്റാൻഡേർഡിലുള്ള കമ്പോണന്റുകൾ എല്ലാം ആ മാർക്കറ്റിൽ അവൈലബിൾ ആണോ നമ്മൾ എൻഷുർ ചെയ്യും. ഓക്കെ, അത് നമ്മളെ ബഡ്ജറ്റിൽ
മാച്ച് ആണോ നോക്കും, നമ്മളെ ബഡ്ജറ്റിൽ മാച്ച് ആണോ നോക്കും, നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിൽ ഈ കമ്പോണന്റുകളെല്ലാം വാങ്ങിക്കാൻ പറ്റുമോ നോക്കും. എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ്, ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഡിസൈൻ നോക്കിയിട്ട് അതിന്റെ ഏരിയ, ഏത് ഏരിയയിലാണ് വേണ്ടത്, റെക്ടാങ്കുലർ ബോർഡ് ആണോ സൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ബോർഡ് ആണോ വേണ്ടത്, ഏത് ഷേപ്പിലാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ, ഓർക്കാഡ്, PCB അല്ലെങ്കിൽ പ്രോട്ടിയസ്, KA-CAD തുടങ്ങിയ ഇഷ്ടംപോലെ സിമുലേഷൻ ടൂളുകൾ അവൈലബിൾ ആണ്. ഈ സിമുലേഷൻ ടൂളുകൾ ഉപയോഗിച്ച് ഇതിന്റെ PCBയുടെ സ്കീമാറ്റിക്സ് വരച്ച് റബ്ബർ തയ്യാറാക്കി PCB എഡിറ്ററിലൂടെ റൂട്ട് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് അതിന്റെ സ്റ്റാൻഡേർഡുകളെല്ലാം ഒബേ ചെയ്തതിന് ശേഷം അതിന്റെ സൈസ്, ഷേപ്പ്, എവിടെയൊക്കെ ടെസ്റ്റ് പോയിന്റ് വേണം, എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആക്കണം. എവിടെ സപ്ലൈ കൊടുക്കണം, എവിടെ നിന്ന് ഔട്ട്പുട്ട് പോകണം, ഏതൊക്കെ പോയിന്റുകളിലാണ് IC-കൾ വയ്ക്കുന്നത്, അവിടെ ടെസ്റ്റ് ബോർഡുകൾ, ടെസ്റ്റ് പോയിന്റുകൾ ഉണ്ടോ, IC എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ, സേഫ്റ്റി സർക്യൂട്ടുകൾ ഉണ്ടോ, ഇതെല്ലാം എൻഷുർ ചെയ്തുകൊണ്ട് ഒരു PCB ഡിസൈനർ എന്ത് ചെയ്യും, ബോർഡിനെ ലേഔട്ട് ചെയ്യും. എന്നിട്ട് തന്നെ എച്ച് ചെയ്ത് പ്രിന്റ് ചെയ്ത് ബോർഡാക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ബോർഡ് കാണുമ്പോൾ റെക്ടാങ്കുലറും അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പിലുള്ള മാർക്കിങ്സ് കാണും. അതിനർത്ഥം അവിടെ പ്ലേസ് ചെയ്യേണ്ട കമ്പോണന്റിന്റെ ഏരിയയാണ്. ഓക്കെ, ആ കമ്പോണന്റ് എന്ത് ചെയ്യണം കൂട്ടുകാർ, അവിടെ ഫിറ്റ് ആയിട്ട് നിൽക്കണം. അവിടെ ഫിറ്റ് ആയിട്ട് നിൽക്കണം. ഇപ്പൊ ഒരു കമ്പോണന്റ് ഏരിയ ആണ്, അവിടെ ഫിറ്റ് ആയിട്ട് സാധനം നിൽക്കണം. ഓക്കെ, അതിന്റെ ലീഡുകളുടെ കോണ്ടാക്ട് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. മുകളിൽ തന്നെയാണ് നമ്മൾ സോൾഡറിങ് ചെയ്യാനും പോകുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ കണ്ടില്ലേ കുറച്ച് ഹോൾസ് കാണാൻ പറ്റും. ഇത് കണക്ടറാണ്, ഇത് കണക്ടറാണ്, കണക്ടറാണ്. ഇവിടെ നമ്മൾ IC പ്ലേസ് ചെയ്യേണ്ട കണക്ടറാണ്. ഇത് IC പ്ലേസ് ചെയ്യേണ്ട കണക്ടർ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, IC പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ കമ്പോണൻസുകളെ ഒരു മിനിമം ഡിസ്റ്റൻസിൽ, മിനിമം വയറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി റൂട്ട് ചെയ്ത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു. ഇതാണ് നിങ്ങളുടെ SMD ബോർഡ്. അപ്പൊ ഈ SMD ബോർഡിൽ കമ്പോണന്റ് വരുമ്പോൾ ഏതൊക്കെ കമ്പോണന്റുകളാണ്, ഏതൊക്കെ പാക്കേജുകളാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ളത് നിങ്ങൾ അറിയണം. അപ്പൊ പാസീവ് കമ്പോണൻസിന്റെ പാക്കേജുകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം.